ഭർത്താവ് ഉടുപ്പ് വിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ദേഷ്യം അങ്ങനെ പോകത്തില്ല. കാരണം അതേ ചട്ടി പൊട്ടിയ ചട്ടിയൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കും. മറ്റവൻ പുറത്തെല്ലാം പോയിട്ട് കൂട്ടുകാരായിട്ടെല്ലാം നേരിട്ടൊരു വടയും മേടിച്ചോണ്ട് വരും. അത് ഇവിടെ ഈ ചട്ടി പൊട്ടിയുടെ കാണിക്കില്ല, നമുക്കൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ആ വട മേടിക്കാൻ പറ്റത്തില്ല നമുക്ക്, കാരണം നമ്മൾ പുറത്ത് പോയില്ല. അതേസമയത്ത് ഭർത്താവ് ഉടുപ്പിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ അരി എടുത്ത് പുറത്തോട്ട് പോയാൽ മതിയായിരുന്നു. രണ്ടുപേരും നല്ല ഓരോ വടയും മേടിച്ച് വന്നേനെ, ഒരു കുഴപ്പമില്ലാതാവും. ഇത്രയും സിമ്പിളാണത്. അല്ലാതെ ഒരു മെഡിറ്റേഷനും ആവശ്യമില്ല. മെഡിറ്റേറ്റ് ചെയ്യുന്നതിന്റെ നീഡ് എന്താണെന്ന്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ തപസ്സും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇത് പഴയ ലോകവീക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ യുക്തിക്കകത്തായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഒരു മഹത്തായ കാര്യമൊന്നും പഴയ ലോകവീക്ഷണത്തിന്റെ തുടർച്ചയാണ്. അതിനി ഏത് കുപ്പിയിലിട്ടാലും വ്യത്യാസമൊന്നും. പഴയ രീതി പുതിയ കുപ്പി അത്രയോ. അത് സാംഹാരിസ് പറഞ്ഞാൽ, ഹരാരെ പറഞ്ഞാൽ പഴയ രീതി പുതിയ കുപ്പി അത്രയോ. നല്ല ലോകവീക്ഷണം അമ്മരെല്ലാവരും ബുദ്ധന്റെ കുറേ ആളല്ല. ബുദ്ധൻ ഈ ജീവിതത്തിന് രക്ഷപ്പെടാൻ പഠിപ്പിച്ച മനുഷ്യൻ. ഞാനിത് അന്നൊരു കാര്യം ആർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ചികിത്സ ഭേദമാകും. അത്രയോ. ഈ പുത്രനുണ്ടാകത്തില്ല, ചികിത്സിച്ച് നമ്മൾ ഭേദമാക്കുക. അല്ലാതെ ലോകത്തുനിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായി ജീവിത വീക്ഷണം തെറ്റാണ്. ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തെറ്റെടുക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ യുക്തിയാണ്. 8 വഴിയുണ്ട്, താങ്കമാർഗം, ഇതെല്ലാം മോചനത്തിൻ്റെ യുക്തികളാണ്. നമ്മൾ ജീവിതത്തിനെ സ്നേഹിക്കാൻ പഠിക്കുന്നതാണ്. ജീവിതം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും രസകരമായി ജീവിക്കുന്നതിനെ പറ്റി. അതാണ് ശാസ്ത്രം. രക്ഷപ്പെടുന്ന യുക്തി. അതിങ്ങനെ ഞാനിങ്ങനെ പറയാന്ന് പറഞ്ഞാൽ 3-4 ദിവസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ ലോകത്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ജീവൻ എന്ന് പറയുന്നത് ലോകത്തിൽ 2 കാര്യമാണ് ചെയ്യുന്നത്. ഒന്ന്, ലോകം എങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ്, അതിനോട് ഇണങ്ങാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാന സ്വഭാവം. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കസേരയിൽ ഇരിക്കുകയാണ് പറയുന്നത്. ഇവിടെ ഉള്ളതിനോട് ചേരുന്നത്. ഇവിടെ വന്നപ്പോൾ കസേരയില്ല. കസേര ഞാൻ എടുത്തോണ്ട് പോകാമെന്ന് പറയുന്നത്. എടുത്തോണ്ട് വരുമ്പോൾ ലോകത്തിനെ നമുക്ക് അനുകൂലമായി മാറ്റാൻ 2 പ്രവൃത്തിയേ ഉള്ളൂ. ജീവന്റെ സ്വഭാവം ഇണക്കുക, ഇണങ്ങുക. ഇണങ്ങുന്ന പ്രവൃത്തിയാണ് ജീവൻ ആദ്യം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇണങ്ങുന്ന പ്രവൃത്തി. അത്രയും വലിയ അറിവുണ്ടെങ്കിൽ മാത്രമേ ഇണക്കാൻ പറ്റൂ. അപ്പോൾ മനുഷ്യന്റെ കാര്യം ഒന്നല്ല ഞാൻ പറഞ്ഞു, ജീവനെ പറ്റിയാണ്. ഈ 2 പ്രവൃത്തിയും ഈ പ്രവൃത്തിയുടെ തുടർച്ചയ്ക്കകത്താണ് മനുഷ്യർ ഇണങ്ങുക, ഇണക്കി. അപ്പോൾ ആദ്യം മനുഷ്യൻ ചിന്തിക്കുകയും ലോകത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തോട്ട് ഇണങ്ങുന്ന യുക്തികളെ പറയൂ. ലോകം ഇങ്ങനെയാണ്, അതിനോട് ഇണങ്ങണം. ആ ഇണങ്ങുന്ന യുക്തികൾ പറയുന്നതിനാണ് ഫിലോസഫി. ഫിലോസഫി വേണ്ടാത്തതുകൊണ്ടൊന്നും. ഫിലോസഫി ഇങ്ങനെയാണ്, ലോകത്തിനോട് എങ്ങനെ നമുക്ക് ചേരാം, അതുമായി താതാത്മ്യപ്പെടാം, അതുമായി സഹകരിക്കാം എന്ന് പറയുന്ന യുക്തികൾ അതിനകത്ത് വരും. അതാണ് ഫിലോസഫി. ഇതേ സമയത്ത് തന്നെ ലോകത്തിനെ ഇണക്കുന്ന ഒരു പ്രവൃത്തി ജീവന് ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ ഉണ്ടായിരിക്കുന്ന ഒരു ബാക്ടീരിയ പാലെങ്ങനെ തൈരാക്കി മാറ്റുന്നുണ്ട്, ചുറ്റുപാട് തന്നെയാണ് നമുക്ക് അനുകൂലമാണ്. ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശാസ്ത്രം. ഇണങ്ങുന്നതിന് ഫിലോസഫിയാണ്, ഇണക്കുന്നതിന് ശാസ്ത്രവും മനസ്സിലാക്കിയാൽ അല്ലാതെ വിറ്റുവല്ലോ പറയുമ്പോൾ ഈ വിഷയം മനസ്സിലാക്കണം. ഇണങ്ങുക എന്ന് പറയുന്ന പ്രവൃത്തിക്കകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഫിലോസഫിയാണ്. ചേരുക.
പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ്, പ്രപഞ്ചം എങ്ങനെയാണ്, നിങ്ങൾ അതുമായിട്ട് എങ്ങനെ താതാത്മ്യപ്പെടും, അതിൻ്റെ താളം അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറയുന്ന പ്രകൃതിക്കൊരു താളമുണ്ട്, അതിനോട് ചേർന്ന് എന്നൊക്കെ പറഞ്ഞ് ഈ പഠിപ്പിക്കുന്ന മുഴുവൻ ഈ ഫിലോസഫി ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് ഈ ഇണക്കുന്ന വിദ്യ. ഈ പറയുന്ന കസേരയില്ല, കസേര ഉണ്ടാക്കാം, പിച്ചാത്തിയില്ല, പിച്ചാത്തി ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇണക്കും, അതിനനുസരിച്ച് ലോകത്തിനെ ട്രാൻസ്ഫോം. അപ്പം ഈ ട്രാൻസ്ഫോം ചെയ്ത അറിവാണ് ഇതിനെ പറ്റി കാണുന്ന തിരയൊക്കെയായിരുന്നു. ഈ ഇണക്കുന്ന പ്രക്രിയക്കകത്ത് ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്ന അറിവ് പ്രായപൂർത്തി ആയതുകൊണ്ടാണ് നമ്മൾ അന്നാണ് ശാസ്ത്രം ഉണ്ടായെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി കേന്ദ്രീകൃതമായി മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ലോകം. ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ഇമേജിൽ ഉണ്ടാക്കി എന്നൊക്കെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ടുവന്ന് മുഴുവൻ ഈ അണങ്ങുന്ന പ്രവർത്തിക്കാത്തവരാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചവരുടെ ഇടയിലായിട്ട് ജീവിതം ദുഃഖമാണ്, വളരെ ദാരിദ്ര്യം. നമ്മളിതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ ജീവിക്കുന്നത്, എന്തൊരു കഷ്ടമാണ്, ഇതിന് രക്ഷപ്പെടുന്നതിനെ പറ്റിയേ ആയിരിക്കും. ഇതിനിടയ്ക്ക് വന്ന ഒരു ചിന്തയാണ് ഈ രക്ഷപ്പെടുക എന്നത്. ഇണങ്ങുന്ന പ്രവൃത്തി, ഇണക്കുന്ന പ്രവൃത്തി, ഇതിനിടയ്ക്കാണ് ഇതിനകത്ത് മനുഷ്യർ ആലോചിച്ചിട്ട് ഇതിന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട് എന്ന് കണ്ടെത്തിയതാണ് മാർക്സ്. ഇണങ്ങുന്നത്, ഇണക്കുന്നത്, രക്ഷപ്പെടുന്ന യുക്തികളാണ് മതങ്ങളും. ഇതുകൊണ്ടാണ് മോക്ഷം, കൈവല്യം, ഈ നിർവ്വാണം ഇങ്ങനെ പറയുന്നത്. ഈ ജീവിതത്തിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട്, ജീവിതം ദുഃഖമായിട്ടിരുന്നത് കൊണ്ടാണ്. ഭയങ്കര ആലോചിച്ച് നോക്കിയാൽ ബുദ്ധനൊക്കെ അതല്ലേ പറയുന്നത്, രോഗമാണ്, ദുരിതമാണ് എന്നൊക്കെ. ഈ പറയുന്ന യുക്തികൾ മുഴുവനും പഴഞ്ഞ് ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കിയത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യകൾ പഠിപ്പിച്ചതിനെയാണ്, അത് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിപ്പിച്ചപ്പോഴാണ് മതവാദം അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ ലോകം. അപ്പൊ എന്താണ്, നമുക്ക് ഇണക്കാനായിട്ട് നമ്മൾ ഇണങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായ ശക്തികളുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് നമുക്ക് അനുനയിപ്പിച്ച് പശുവിന് പുല്ല് കൊടുത്ത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്ന് പറയുന്നത് പോലെ നമ്മളെക്കാൾ അധികാരമുള്ളവർക്ക് കാഴ്ച വെച്ച് എങ്ങനെയാണ് ഇണക്കുന്നതൊക്കെയാണ് ദൈവത്തിനെ പറ്റിയുള്ള സങ്കല്പം മുഴുവൻ. അതാണ് രാജാവിനെ എങ്ങനെയാണ് മുഖം കാണിച്ച് ഇണക്കുന്ന യുക്തിയാണ് ഈ അമ്പലത്തിലും പള്ളിയിലും പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ കയ്യിലിരിക്കും, നമ്മളുണ്ടാക്കിയ ഒരു വഴുതനങ്ങ കൊണ്ടുപോയി കൊടുക്കാവുന്ന, ദൈവത്തിന് കൊടുക്കാവുന്ന തീരുമാനിക്കുന്നത് കയ്യിൽ ഇതേ ഉള്ളു. ഞാൻ കീഴടങ്ങി, ഞാൻ എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നത് രാജാവിന്റെ ബോധത്തിന്, രാജാവിനോട് ചെയ്യുന്ന എല്ലാമാണ് ഈ അമ്പലത്തിലും പള്ളിയിലും പഠിപ്പിക്കുന്നത്. രാജാക്കന്മാർ ഇത് വളരെ ഗുണമാണെന്ന് കണ്ടുപിടിച്ച് അതുകൊണ്ട് അവരെല്ലാ മതവും പ്രൊമോട്ട് ചെയ്ത്, കാരണം അവരെ ഈ ആളുകളെ അവരുടെ പ്രജകളാക്കി മാറ്റാൻ ഈ ആശയങ്ങൾക്ക് കഴിയുമെന്ന് കാണുന്നതുകൊണ്ടാണ് എല്ലാ മതവും രാജാക്കന്മാരും പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അവർ അമ്പലവും പള്ളിയെല്ലാം ഉണ്ടാക്കിയത്, കാരണം അവിടെയാണ് ഈ ട്രെയിനിങ് കേന്ദ്രം. അപ്പൊ ഇണങ്ങുന്നതും ഇണക്കുന്നതും രക്ഷപ്പെടുന്നതുമായ 3 യുക്തികളാണ് ചരിത്രത്തിൽ രൂപപ്പെട്ടത്. ഇന്ന് ഇണക്കുന്നതിന് ശക്തി വളരെ കൂടിയത് കൊണ്ടാണ് ഈ മറ്റു 2 പുറകോട്ട് പോയത്. ഇത് കഴിഞ്ഞൊരു ലോകം, ഒരു ജീവൻ, ഇതാണ് മനുഷ്യൻ ഇപ്പൊ കൂടുതൽ ആർത്തി. കാരണം ഇത് കഴിഞ്ഞ് ആത്മാവ് ചെന്ന് മറ്റൊരു ലോകത്തിൽ ആത്മാവിനെ പറ്റിയൊക്കെ ഉള്ളതൊക്കെ പഴയ ബോധത്തിനകത്തു നിന്നാണ്. രക്ഷപ്പെടുന്ന യുക്തി കൊണ്ടാണ്. സ്വർഗവും കൊണ്ട് നരകവും കൊണ്ട് മരിച്ചാലോ, നമ്മുടെ ജീവനെ പറ്റി അറിഞ്ഞൂടാ. ജീവനെ പറ്റിയുള്ള അറിവില്ലാത്ത കാലത്ത് ബുദ്ധനൊക്കെ ഇരുന്നിട്ടാണ് ഈ കഴിഞ്ഞ ജന്മമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്. ജനറ്റിക്സ് അറിഞ്ഞൂടാതുകൊണ്ടാണ് അത് പറയുന്നത്. ജനറ്റിക്സിനെ പറ്റി അറിഞ്ഞുകൂടാമെങ്കിൽ 2 ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാവും. അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നത്. നമ്മൾ വെള്ളം എടുക്കേണ്ടി വന്നില്ല, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. ഇതെല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് വരുമ്പോഴാണ് കർമ്മസിദ്ധാന്തം ഉണ്ടാകുന്നത്. എല്ലാവരും പാപം പുണ്യം വെക്കുന്നത്. അപ്പൊ നല്ലതായ പ്രവൃത്തിയും ചീത്തയായ പ്രവൃത്തി ഉണ്ടെന്ന് കണ്ടെത്തും. നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ പുണ്യമെന്നും പാപമെന്നും തിരിച്ച്, കാരണം ഇതിന്റെ ഫലം അനുഭവിക്കുക എന്ന് പറയുന്നത് ഈ ജന്മം കൊണ്ട് തന്നെ തീരത്തില്ലെന്ന് കണ്ടെത്താൻ ബാധ്യത വരുന്നപ്പോഴാണ്. ചെയ്ത പ്രവൃത്തികളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് കർമ്മ യുക്തി വരുന്നത്. ഇതെല്ലാം മതത്തിനകത്തും ചിന്തിച്ചവർക്ക് മുഴുവൻ കണ്ടെത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷെ ഒരാൾ ജനിക്കുമ്പോൾ കണ്ണുമില്ല മൂക്കുമില്ലാതെ ഒരാൾ ജനിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് അത് വരുന്നതെന്ന് കണ്ടെത്തണ്ടേ? അപ്പോഴാണ് കഴിഞ്ഞ ജന്മം ഉണ്ടെന്ന് ബുദ്ധനെ കണ്ടുപിടിക്കാൻ ബാധ്യത. ബുദ്ധനെ പോലുള്ള ആൾക്കാർ മുഴുവൻ ഇന്ത്യക്കാരെ മുഴുവൻ കണ്ടുപിടിച്ചു. യേശുക്രിസ്തുവിനെ കണ്ടുപിടിച്ചത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു കണ്ടുപിടിക്കത്തില്ലേ? ശാസ്ത്രമല്ല പറഞ്ഞതിന്റെ തെളിവതാണ്.
രണ്ട് സങ്കല്പങ്ങളാണ്. ജനറ്റിക്സ് ആണ് യഥാർത്ഥത്തിലുള്ളത്. ജനറ്റിക്കലായിട്ടുള്ള തെറ്റുകൾ വരുന്ന എറർ വരുമ്പോൾ കണ്ണില്ലാതെ ഇരിക്കും. അല്ലാതെ കഴിഞ്ഞ ജന്മത്തിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല. നല്ല അനുഭവം വരുന്നത്, ജീവിത അനുഭവം വരുന്നത് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ നേരെ വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഇന്ന് നമുക്കറിയാം. അതാണ് ശാസ്ത്രീയമായത്. ഇത് അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് ജനറ്റിക്സ് കഴിഞ്ഞ ജന്മം എന്ന് പറയുന്ന ഉത്തരം പുത്തനെ പോലുള്ള ഈ ഇന്ത്യക്കാരുടെ മേഖലയിലുള്ള ആൾക്കാർ മാത്രമേ ആലോചിച്ച് അത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തുവിന്റെ ആൾക്കാർക്കൊക്കെ എന്ത് അറിയായിരുന്നു? അവരാലോചിച്ചിട്ട് ഇത് കിട്ടിയില്ല കഴിഞ്ഞ ജന്മം. അപ്പൊ അവര് കണ്ടുപിടിച്ച് ആദ്യത്തെ ഫസ്റ്റ് സിൻ, ആദ്യ പാപം കൊണ്ടാണ് ഈ കണ്ണില്ലാതെ ജനിച്ചത് എന്നുള്ളത്. ഇതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അവര് ഒരുത്തന്റെ ആദ്യ പാപവും മറ്റവന്റെ കർമ്മ കഴിഞ്ഞ ജന്മവും രണ്ടും ജനറ്റിക്സ് അറിഞ്ഞുവിടാത്തതുകൊണ്ടാണ് ഉണ്ടായത്. ഇതുകൊണ്ടാണ് ഈ ജീവിതത്തിനകത്ത് രക്ഷപ്പെടുന്ന യുക്തികൾ മുഴുവൻ മതം പഠിപ്പിച്ചത്. ഇത് രാജാക്കന്മാർക്ക് വളരെ ഗുണകരമാണെന്ന് അറിയുന്നതാണ്. അതുകൊണ്ട് അവരത് പ്രൊമോട്ട് ചെയ്ത് പ്രജകളാക്കി. അപ്പൊ നമുക്ക് ദുഃഖത്തിനകത്ത് രക്ഷപ്പെടുന്നതിനൊരു സഹായം ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിനോട് പറഞ്ഞാൽ രാജാവ് എങ്ങനെയാണോ നമുക്ക് കനിഞ്ഞ് അനുവദിച്ചു തരുന്നത് പോലെ ഈ ദൈവം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ ആയിട്ട് ഈ അമ്പലത്തിൽ പള്ളിയിൽ പോകുന്നത്. 25 പൈസ കൊണ്ട് ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയവനെ മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന യുക്തിയില്ലേ? അതിലേ കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രാജാവിന് കറക്റ്റാണ്, നല്ല സാധനമാണ്. ഇട്ടോ 25 പൈസ ഇട്ടോളാൻ പറയും. കാരണം അയാൾ അതങ്ങ് എടുത്തോണ്ട് പോകും. രാജാവിന്റെ പ്രതിപുരുഷനായിട്ടാണ് പിന്നെ, അല്ല ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് പിന്നെ ഇവന്മാരിരിക്കുന്നത്. അവതാരമായിട്ടിരുന്ന് പ്രതിപുരുഷന്മാരായി, ദാസന്മാരായി, എന്തെല്ലാം തരത്തിലിരുന്ന് രാജാക്കന്മാരല്ല. ഈ സാധനം മുഴുവൻ ഈ രക്ഷപ്പെടുന്ന യുക്തിക്കകത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ മതത്തിന്റെ റോൾ അത്രേ ഉള്ളൂ, രക്ഷപ്പെടുന്ന യുക്തിയാണ്. അത് ഇതിനിടയ്ക്ക് വന്ന ഒരു കല്ലുകടിയാണ്. ഇണക്കുന്നതിന്റെ യുക്തിക്ക് നടുവിൽ ഉണ്ടായ ഒരു കല്ലുകടിയാണ് ഈ പറയുന്ന വിശ്വാസങ്ങളുടെ ലോകം. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ലോകത്തിനെ നന്നായി ഇണക്കാൻ പറ്റുമെന്നുള്ള അറിവ് നമുക്ക് അതിനു വേണ്ടി വന്നതുകൊണ്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത്. വിളിച്ചാൽ ആംബുലൻസും വരുമെന്നുണ്ടെങ്കിൽ ആരും പള്ളിയിലും അമ്പലത്തിൽ പോകാം. അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ ഉള്ള ഒരു പള്ളിയിലും അമ്പലത്തിൽ പോകാത്തത്. അതുകൊണ്ട് മാത്രമാണ് ആവശ്യമില്ലാത്ത സാധനമായിട്ട് അത് മാറുന്നത് കൊണ്ടാണ്. ഇവിടെ എന്താ ഇന്ത്യയില് ഇയാള് പുരി പോയ അവിടെ സൂര്യക്ഷേത്രമില്ലേ? എന്താ അവിടെ ആരാധിക്കാത്തത്? പുരിയിൽ ചെന്നാൽ സൂര്യക്ഷേത്രമില്ലേ? അതെന്താ ആരാധിക്കാത്തത്? ആ ദൈവം ഔട്ടായി പോയത് കൊണ്ടാണ്. അല്ലാതെ ഇത് അവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. കതിരാകായി പോയാലേ എല്ലോറായി പോയാൽ എന്താണ്? കാഴ്ചക്കുള്ള സാധനമായിട്ട് മാറിയില്ലേ? ആളുകൾ ആരാധിച്ചിടുന്ന തലമല്ലേ അതല്ല. അല്ലാതെ അവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. എവിടെയും സംഭവിക്കും, ചത്തുപോകും ദൈവങ്ങളൊക്കെ. നിങ്ങൾ ഉണ്ടാക്കിയ ദൈവങ്ങളെ ലോകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ദൈവങ്ങളെ ചത്തുപോകുന്നത്. നിങ്ങൾക്ക് പുതിയ ദൈവത്തിനെ ഉണ്ടാക്കി മറ്റേ ദൈവത്തിനെ അടപ്പിരിക്കും. അത്രേ ഉള്ളൂ. ഈ ഉണ്ടാക്കുന്ന മേഖലകൾ മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പല പല എത്രയോ ക്ഷേത്രങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്നത്. ഗുരുവായൂർ മാത്രം എല്ലാവരുടെ കയറുന്നുണ്ട്. നല്ല പരസ്യമുണ്ട്. എവിടെയാണോ പരസ്യപ്പെടുത്തുന്നത്, എവിടെയാണ് ഒരേ ടെലിവിഷൻ വിൽക്കുന്ന സ്ഥലങ്ങളല്ലേ ഇതല്ല. പക്ഷെ ചില കട മാത്രം വിജയിക്കുന്നുണ്ട്. നല്ല പരസ്യമുണ്ട്, എല്ലാവരുടെ അവിടെ. ചില ഡോക്ടർമാരുടെ മുന്നിൽ ആൾക്ക് കൂടുന്ന എങ്ങനെയാണ്? നല്ല പരസ്യമുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അല്ലാതെ ഇതേ നോളജ് അല്ലാതെ കൂടുതൽ നോളജ് ആയിട്ട് ഉണ്ടാകാൻ പറ്റുമോ? മെഡിക്കൽ നോളജ് ഈ കടയിൽ മേടിക്കുന്ന മരുന്നല്ലാതെ വേറെ വല്ല ആയിക്കോട്ടുണ്ടോ? അതായത് മനുഷ്യരുടെ ഉള്ളിൽ കൈപ്പുണ്യോ അങ്ങനെ അതൊക്കെ വേറെ, അതൊക്കെ പഴഞ്ചൻ ബോധമാണ് ഇയാൾ പറയുന്നത്. ഒരു ഡോക്ടർക്ക് ഈ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ തന്നെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മെഡിക്കൽ കോളേജ് പഠിപ്പിച്ച അറിവേ ആയിക്കൊള്ളു. ഒരു കൂടുതലും ഉണ്ടാകത്തില്ല. പരസ്യം ഉണ്ടോ നടക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കത്തില്ല. അപ്രധാന നദിക്ക് നല്ല പരസ്യമുണ്ട്, അതുകൊണ്ട് അത് വിജയിക്കും. അല്ല ഇഷ്ടം പോലെ അമ്മമാരി ഇവിടെ എല്ലാം ഇരിപ്പുണ്ടാക്കി എല്ലാം നിറച്ച് പരസ്യം. അല്ല ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ ആ കഴിവ്. എല്ലാ പേട്ട് ദൈവങ്ങളും ഇവിടെ എല്ലാം ഇരിപ്പില്ലേ? ഇതേ കൃഷ്ണന്റെ എത്ര ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്, അതൊന്നും വർക്ക് ചെയ്യാത്ത പരസ്യം. അത്രയേ ഉള്ളു. അല്ല അയ്യപ്പനും ഗുരുവായൂരപ്പനും മാത്രമൊന്നും അല്ല ഇതിന് പോർട്ട്ഫോളിയോ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവന്മാരെല്ലാം വാർഡ് മെമ്പർമാരായിട്ട് അവിടെ ഇരിക്കും. വാർഡിലെ മെമ്പർമാർ മാത്രം ആരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ക്ഷേത്രമൊക്കെ വർക്ക് ചെയ്യാറ്. സ്കൂളിൽ നിന്ന് തന്നെ ഈ ശാസ്ത്ര
ശാസ്ത്രബോധം തുടങ്ങാത്തതിന്റെ ഒരു രീതിയില്ലേ ശരി? ഞാൻ ഇന്നലെ സാറിനോട് ചോദിച്ചത്. അതെ, അങ്ങനെ ചോദിക്കുമ്പോ ഇയാളെ വീണ്ടും ഈ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതിനെന്ന് ചോദിച്ചാൽ കുട്ടികളിലൊന്നുമില്ല സാറേ തുടങ്ങുന്നത്. ഇന്നലെ ചോദിച്ചത് ഇയാൾ ഈ പറയുന്ന കേട്ട ഇയാൾ ജനിച്ച വീടിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. എന്താ വീട്ടിൽ നിന്ന് തുടങ്ങാൻ എന്താ? ഇയാൾ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. അതിനേക്കാൾ മുമ്പ് ഇതാണല്ലോ വീട്ട്. അതെന്താ ചെയ്യാത്ത എന്താണ് ഞാൻ ഇപ്പൊ മനസ്സിലാകേണ്ടത്? ഈ സ്കൂൾ എന്ന് പറയുന്നതും വീടെന്ന് പറയുന്നതും ഇയാളുടെ ചോയ്സിൽ ഉണ്ടായതല്ല. സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാളും വലിയ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇയാൾ പിന്നെ സ്കൂളിൽ പോകുന്ന എങ്ങനെ? ഈ വീട്ടുകാരെല്ലാവരോട് ചേർന്നിട്ടല്ലേ സ്കൂൾ ഉണ്ടാക്കിയേ? അതുകൊണ്ടാണ് ജാതിക്കും മതത്തിനും അനുസരിച്ചിട്ടുള്ള സ്കൂളുകളല്ലേ എല്ലാവരും ആരംഭിച്ചത്. എല്ലാവരും സ്കൂൾ തുടങ്ങിയോ? രാഷ്ട്രീയ പാർട്ടിയൊക്കെ എങ്ങനെയാ ആരംഭിച്ചത്? ഇതേ വീട്ടുകാർ തന്നെയല്ലേ തുടങ്ങി. ഇയാള് നെഹ്റുവിന്റെ കാര്യം പറഞ്ഞ് വെറുതെ വ്യക്തിതരം പറയാതെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി പറ. ലോകത്ത് അങ്ങനെ മനുഷ്യർക്ക് പറ്റിയ തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാകുന്ന വീടോ നാടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ പതുക്കെ മാറുകയുള്ളൂ. അല്ലാതെ അവിടുന്ന് തുടങ്ങിയില്ല, ഇവിടുന്ന് തുടങ്ങിയില്ല, അവര് തുടങ്ങിയില്ല, ആ ഗവൺമെന്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞ് സമയം കളയണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാനും മോദി ഇന്ത്യയിലെ പണിഞ്ഞിട്ട് ഒരുത്തൻ പ്രധാനമന്ത്രി ഒരുത്തൻ വാലടിക്കാരനുമായിട്ട് മാറിയില്ലേ?